കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോമെട്രിക് ടൈട്രേഷനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ലുക്കിംഗ് ഇൻ ടു ദി ആപ്ലിക്കേഷൻസ് ഓഫ് തെർമോമെട്രിക് ടൈട്രേഷൻസ്. ടൈട്രേഷൻ എന്താണെന്ന് മനസ്സിലായി, അതിന്റെ എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലായി, പിന്നെ എന്താണ് എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻ ദി കോംപ്രസോമെട്രിക് ടൈട്രേഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഇഫ് യു കൺസിഡർ ദ കോമ്പൻസേഷൻ ഓഫ് കാൽസ്യം ആൻഡ് magnesium with EDTA, ഇത് രണ്ടും നമ്മൾ സാധാരണഗതിയിൽ ലാബ് ചെയ്യുന്നതാണ്. Titration of calcium as well as magnesium using EDTA. Again, titrate calcium and magnesium using കാൽസ്യത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മ്യൂർ ഓക്സൈഡ് ഇൻഡിക്കേറ്റർ ആയിരുന്നു. മെഗ്നീഷ്യത്തിന് ഏരിയോക്രോം ബ്ലാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്. And we can see that in the reaction calcium EDTA complex, the stability constant നേരത്തെ നമ്മൾ പഠിച്ച കാര്യമാണ്. because stability constant of a calcium EDTA complex is around 5 into നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ 10⁻10 ആണ്. whereas that for magnesium is around 5 into 10⁸8 ആണ്. That means we can see that a calcium complex EDTA complex is about 100 times more stable than magnesium EDTA complex. പിന്നെ വേറെ പ്രത്യേകത ഉള്ളത്, calcium EDTA reaction is exothermic, whereas magnesium EDTA reaction is endothermic. ഈ രണ്ട് ഫിനോമിനൻ വെച്ചുകൊണ്ട് നമുക്ക് we can easily titrate a mixture of calcium and magnesium against a EDTA in a single step. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് കാൽസ്യം മാഗ്നീഷ്യം കൂടി ഒരു മിക്സറിലെ സ്റ്റെപ്പ്. ഇത് വളരെ പ്രധാനമാണ്. കാൽസ്യം മാഗ്നീഷ്യം നമ്മൾ ഈ പറഞ്ഞ ഹാർഡ്നെസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് രണ്ടും ഒന്നിച്ചല്ല ഒരേ സമയത്ത് ഒരേ സൊല്യൂഷനുള്ള കാൽസ്യം എസ്റ്റിമേറ്റ് ചെയ്യണം, മാഗ്നീഷ്യം എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ അഡോപ്റ്റ് ടു thermometric method, and it's very convenient to estimate as calcium and magnesium separately in a single step. ഒരു സ്റ്റെപ്പിൽ ഒരു മീഡിയത്തിലുള്ള കാൽസ്യവും മാഗ്നീഷ്യവും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്നെന്താണ്, രണ്ട് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആണ്. മറ്റേത് ഒന്ന് എക്സോതെർമിക് ആണ്, ഒന്ന് എൻഡോതെർമിക് ആണ്. സോ സപ്പോസ് യു ഹാവ് മിക്സ്ചർ ഓഫ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം ആൻഡ് ടു ദിസ് ഇഫ് യു ആഡ് EDTA, of course after adjusting the pH നമുക്ക് pH ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് EDTA ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? EDTA will first react with calcium because it is a more stable complex. calcium ആയിട്ട് റിയാക്ട് ചെയ്യുക, മാഗ്നീഷ്യം അവിടെ നിൽക്കും. calcium complex will be formed and the calcium EDTA reaction is exothermic, and once all the calcium in the reaction mixture is used up, then it will start reacting with the magnesium and this reaction is endothermic. So that if you look into the thermometric graph, thermometric titration graph, you can see that it will be looking something like this. അതായത് കാൽസ്യം റിയാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദിസ് ഈസ് 0 ആണെങ്കിൽ യെസ് ദിസ് ഈസ് ദ എൻഡ് പോയിന്റ് ഫോർ കാൽസ്യം. കാൽസ്യമാണ് ആദ്യം റിയാക്ട് ചെയ്യുക. അത് എക്സോതെർമിക് ആണ്. സ്വാഭാവികമായിട്ടും റിയാക്ഷൻ മിക്സറിന്റെ ടെമ്പറേച്ചർ പതുക്കെ കൂടി വരും. ഓക്കെ, ആ റിയാക്ഷൻ കാൽസ്യം കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡ്രോപ്പ് EDTA ആരും റിയാക്ട് ചെയ്യും, മാഗ്നീഷ്യം റിയാക്ട് ചെയ്യും. ദാറ്റ് ഈസ് എൻഡോതെർമിക്. ടെമ്പറേച്ചർ വിൽ ഫാൾ ഡൗൺ. And once all the magnesium is used up, then the slope of the line will again change. So this will represent a magnesium. The calcium thereby ഒറ്റ സ്റ്റെപ്പിലെ നമുക്ക് കാൽസ്യം മൈഗ്രേറ്റ് ചെയ്യാം. കാരണം ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നത് ആദ്യം കൂടി പിന്നെ കുറയും. കൂടുന്നത് കാൽസ്യം റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അത് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ magnesium റിയാക്ട് ചെയ്യൂ. ബിക്കോസ് ഓഫ് ദിസ് ഡിഫറൻസ് magnesium will react and it is endothermic. That means the temperature ലേശം കൂടി അവിടെ കുറയാൻ തുടങ്ങും. കുറഞ്ഞ് നമ്മള് റിയാക്ഷൻ എൻഡ് പോയിന്റ് ആകുമ്പോൾ പിന്നെ എന്താണ് പിന്നെ കാര്യ വ്യത്യാസമൊന്നും വരില്ല. അത് ടെമ്പറേച്ചർ ഇങ്ങനെ ഏകദേശം വേറൊരു സ്ലോപ്പുള്ള ലൈനായിട്ട് മാറും. And there will be 2 breaks on the graph. The first break will denote the end point corresponding to calcium, and second break will represent the end point relative to or corresponding to magnesium. ഇവിടെ വരെ ഉപയോഗിച്ച വോളിയം V1 ml, ഇവിടെ ഉപയോഗിച്ചത് V2 ml. So V1 ml EDTA corresponding അത്ര ഈക്വലന്റ് കാൽസ്യം ഉണ്ടാവും. V2 ml EDTA അത്ര ഈക്വലന്റ് മാഗ്നീഷ്യം ഉണ്ട്. നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അതൊന്ന് ക്ലിയർ ആകുന്നുണ്ടാവും. ഓക്കെ, മറ്റ് കോംപ്ലക്സ് മറ്റൊരു കാൽസ്യം മാത്രം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാൽസ്യം മാത്രം ചെയ്യാൻ നമുക്ക് എക്സോതെർമിക് കിട്ടും. ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള
ലൈൻ കിട്ടും. മെഗ്നീഷ്യം ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് സ്ലോപ്പിൽ ലൈൻ കിട്ടുന്നു. അത് മെഗ്നീഷ്യം മാത്രം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? കാൽഷ്യം മാത്രം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും. മെഗ്നീഷ്യം മാത്രം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും. എൻ പോയിന്റ് എത്തുമ്പോൾ എൻ പോയിന്റ് എത്തുമ്പോൾ ഇതിങ്ങനെ പോകും. ഇവിടെ എൻ പോയിന്റ് എത്തുമ്പോൾ ഇതിങ്ങനെ പോകും. ഓക്കെ, സാധാരണ ഗതിയിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഉണ്ടാകും ഗ്രാഫ് കറക്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെർമോമീറ്റർ കണ്ടിട്ട് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഡ്രോപ്പ് വീണ് മുമ്പേ തന്നെ ടെമ്പറേച്ചർ റീഡ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായിട്ടോ? വെൻ ദി ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് നമ്മൾ എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് നേരെ പറഞ്ഞു ഓർമ്മിക്കുക. യൂസിങ് എ മോട്ടോർ ഡ്രിവൺ ബ്യൂററ്റ്, യെസ്, ദ titrant is added at a prefixed rate. That is, the volume of titrant added to the reaction mixture is fixed and it is constant per unit time. ഒരു മിനിറ്റിൽ ഇത്ര ഡ്രോപ്പ് അല്ലെങ്കിൽ സെക്കൻഡിൽ ഇത്ര ഡ്രോപ്പ് കൃത്യമായിട്ട് വീഴുക. അപ്പൊ അതിന് ആദ്യത്തെ ഡ്രോപ്പുകൾ മുമ്പേ തന്നെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യാം. ടെമ്പറേച്ചർ ആദ്യം ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ വളരെ സ്റ്റഡി ആയിട്ട് പോകും. കാര്യം മാറ്റമൊന്നും ഉണ്ടാവില്ല. മാറ്റം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ചെറിയൊരു ഇങ്ങോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടോ മനസ്സിലായിട്ട് പറയുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ പോകണമെന്നില്ല. അതിന് പകരം ചിലപ്പോഴും ലേസ് അത് ഇങ്ങനെ മേലോട്ട് പോവാം, ചിലപ്പോൾ ലേസ് അത് താഴോട്ട്. ദാറ്റ് മേ ബി ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സറൗണ്ടിങ്സ്. ചെറുതായിട്ടുണ്ടാവും, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കൂ? ഈ ലൈന് അങ്ങനെ പോയ ലൈന് ഇങ്ങനെ പോകാൻ തുടങ്ങും. മനസ്സിലായില്ല? അപ്പൊ ഇതുവരെ എക്സസൈസിന് കറക്റ്റ് പാരലാവണമെന്നില്ല. ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവും, വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എനിവേ നമ്മൾ ടൈട്രേഷൻ തുടങ്ങുന്നത് ഇവിടെ വെച്ചാൽ അപ്പൊ ഇവിടെ 0. മനസ്സിലായില്ല? എൻ്റെ ചെയ്യുമ്പോൾ അതുപോലെ കറക്റ്റ് എക്സസൈസിന് പാരലാവണം. ചിലപ്പോൾ കുറച്ച് മേലുണ്ടോ, ചിലപ്പോൾ കുറച്ച് താഴോട്ടോ. അപ്പൊ എന്തായാലും സ്ലോപ്പിലൊരു അബ്രപ്റ്റ് ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് വരുന്ന പോയിന്റാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. റിയാക്ഷൻ കുറച്ച് സ്ലോ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുമെങ്കിലും അത് കറക്റ്റ് ലീനിയറായി പോകില്ല. അപ്പോൾ അതിങ്ങനെ പോയി പിന്നെ എൻ പോയിന്റ് ഇങ്ങനെ ആയി ഒരു കറക്റ്റ് എൻ പോയിന്റ് ഇവിടെ നോക്കിയാൽ. പക്ഷേ എന്തിനാണ് ഈ ഭാഗത്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ടാവും, ആ ഭാഗത്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ. ഈ രണ്ട് സ്ട്രൈറ്റ് ലൈനുകളും നമ്മളെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടുന്നതായിരിക്കും നമ്മുടെ എൻ പോയിന്റ്. എത്രത്തോളം റിയാക്ഷൻ സ്ലോ ആണോ എത്രത്തോളം ഇത് കൂടുതൽ ബ്ലഡ് ആയിട്ടുണ്ടാകും കർവ്. വളരെ ഫാസ്റ്റ് റിയാക്ഷൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട്. കാരണം റിയാക്ഷൻ ഫാസ്റ്റ് ആയാൽ മാത്രമേ ടെമ്പറേച്ചർ റിലീസും ഫാസ്റ്റ് ആവുകയുള്ളൂ. റിയാക്ഷൻ നടക്കുമ്പോഴേ ഹീറ്റ് അബ്സോർഷനോ ഹീറ്റ് എവല്യൂഷനോ എന്താവുള്ളൂ കൃത്യമായി നടക്കുകയുള്ളൂ. മറ്റേ റിയാക്ഷൻ പതുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഹീറ്റ് എവല്യൂഷനോ ഹീറ്റ് അബ്സോർഷനോ പതുക്കെ നടക്കും. ഇപ്പൊ എൻ പോയിന്റ് എത്തുമ്പോൾ തന്നെ, കാരണം എൻ പോയിന്റ് എത്തി കുറച്ചുകൂടി ഏഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അടുത്ത 2-3 ഡ്രോപ്പ് ഏഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്തുണ്ടാവും? ടെമ്പറേച്ചർ ഫോൾ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സ്ലോപ്പിന് വ്യത്യാസം വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനത്തെ മിക്കവാറും കേസിൽ ഇങ്ങനെയാണ് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന വളരെ കറക്റ്റായിട്ട് 2 ലൈൻ ഇങ്ങനെ വരുന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഗ്രാഫിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ല സെക്കൻഡ് ഡെറിവേറ്റീവ് dw/dt അല്ലെങ്കിൽ ഇവിടെ എന്താണ് dv/dt വോളിയം വിത്ത് ടെമ്പറേച്ചർ അല്ല ടൈം മനസ്സിലായില്ലേ? അല്ലെ dt ടെമ്പറേച്ചർ ആണ് dt. ഇവിടെ d²t/dv² അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ dt/dv ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. d²t/dv². ഇത് നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇൻസ്ട്രുമെന്റ് ചെയ്തോളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലോട്ട് ചെയ്താൽ ഈ ഓരോ ബ്രേക്കിനും കറസ്പോണ്ടിങ് ആയി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ പോയിട്ട് ഇവിടുത്തെ ഭയങ്കര ഷാർപ്പായൊരു പീക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെ പീക്ക് കിട്ടും. ആ പീക്ക് ഇത് വളരെ ഷാർപ്പായിരിക്കും. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റേ കേസ് കാണാൻ പറ്റാത്ത ചിലപ്പോഴേ ചില കേസിലൊക്കെ ഇങ്ങനെ പോകും. ഇവിടെ നിന്ന് കറക്റ്റ് നമുക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ പ്രൊഡക്ഷൻ ചിലപ്പോൾ നടക്കില്ല. പക്ഷേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കറസ്പോണ്ട് അതിൻ്റെ d²t/dv² പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടൊരു പീക്ക് നമുക്ക് അതിന് കിട്ടും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് പ്ലോട്ടഡ് ഇൻസ്റ്റെഡ് ഓഫ് എ ബ്രേക്ക് ഓൺ ദി ലൈൻ വി വിൽ ഗെറ്റ് എ വെരി ഷാർപ്പ് പീക്ക് അറ്റ് ദ എൻഡ് പോയിന്റ്. അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. അത് മനസ്സിലാക്കിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇതായിട്ട് നമ്മൾ അതിലേക്ക് പോകണമെന്നില്ല, അത് മനസ്സിലാക്കണം. നമുക്ക് നോർമൽ കേസിൽ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാമ്പിൾ പല ടൈട്രേഷൻ ചെയ്യാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ബോറിക് ആസിഡ് സാധാരണ കൺവെൻഷണൽ മെത്തേഡ് ഇൻഡിക്കേറ്റർ വൈസും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ബോറിക് ആസിഡ് ക്യാൻ ബി ടൈട്രേറ്റഡ് ബൈ തെർമോമെട്രിക് മെത്തേഡ്. യാതൊരു പ്രയാസം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാത്ത ടൈട്രേഷൻ, ഫോർ എക്സാമ്പിൾ യു കെ എസ്റ്റിമേറ്റ് ദി എമൗണ്ട് ഓഫ് സോഡിയം. ഒരു എക്സാമ്പിൾ പറയുന്നതാണ് സോഡിയം ഇൻ ഫുഡ് സ്റ്റെപ്പ്. സാധാരണ വളരെ പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് ആണ്. ഫുഡിലുള്ള സോഡിയത്തിന്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത്. സോഡിയം ചെയ്യാൻ പലപ്പോഴും ഫ്ലെയിം ഫോട്ടോമെട്രിക് മെത്തേഡ് ഒക്കെ ഉപയോഗിക്കും. ടൈട്രേഷൻ മെത്തേഡ് ഇസ് നോട്ട് അവൈലബിൾ, ഇറ്റ്സ് ഫ്ലെയിം ഫോട്ടോമെട്രിക് മെത്തേഡ്. മനസ്സിലായില്ലേ? അതിന് സാമ്പിൾ പ്രിപ്പറേഷനും ഇൻസ്ട്രുമെന്റിനും ഒക്കെ വളരെ ചെലവുണ്ട്. ഒരു
ഒരുപാട് സമയമൊക്കെ എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. അതേ മറിച്ച് ഇതേ സാധാരണ ഇതിൽ പലപ്പോഴും ഒരു എളുപ്പമാർഗ്ഗം ചെയ്യുന്നത് ശരിയല്ലെങ്കിലും അതിന് പകരം ക്ലോറൈഡ് എസ്റ്റിമേഷൻ ചെയ്യാം. അത് മനസ്സിലാക്കി ഫുഡ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ എത്ര സോഡിയം ഉണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധാരണ ചെറിയ ചെറിയ ഫാക്ടറിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. വലിയ ആൾക്കാരൊക്കെ ചെയ്യും, ഈ പറഞ്ഞ ഫ്ലെയിം ഫോട്ടോമീറ്ററുമായിട്ടൊക്കെ ചെയ്യും. ചില ആൾക്കാർക്കൊക്കെ സോഡിയം എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരം എളുപ്പത്തിൽ ചെയ്യുന്നത് ക്ലോറൈഡ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ക്ലോറൈഡ് എളുപ്പമാണ് ചെയ്യാൻ. ക്ലോറൈഡ് ഒരുപാട് മെത്തേഡ്സ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ക്ലോറൈഡ് എസ്റ്റിമേഷൻ. അത് ചെയ്യും. എന്നിട്ട് അതിന് കാരണം എന്താണ്? It is assumed that the chloride is present as a sodium chloride only. അപ്പോൾ ക്ലോറൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോഡിയത്തിന്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇത്ര ക്ലോറൈഡ് ഉണ്ടെങ്കിൽ ഇത്ര സോഡിയം ഉണ്ടെന്ന് പറയാം. പക്ഷേ അതിന് ഡ്രോബാക്ക് ഉള്ളത് ഈ സോഡിയം മുഴുക്കെ ക്ലോറൈഡ് ആയിട്ട് തന്നെ വേണമെന്നില്ല. മനസ്സിലായില്ലേ? അതേപോലെ സോഡിയം ക്ലോറൈഡ് നമ്മൾ ചില പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാവാം. സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടായി കഴിഞ്ഞാലും സോഡിയം ക്ലോറൈഡ് അല്ലാതെ മറ്റു രൂപത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ശരിയാവില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ മീഡിയത്തിലുള്ള അല്ലെങ്കിൽ ആ ഫുഡ് സ്റ്റഫിലുള്ള ക്ലോറൈഡ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആ ക്ലോറൈഡിന് തുല്യമായിട്ട് എത്രയും 1:1 അല്ലേ, അത്രയും ഇത്ര ഗ്രാം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ ഇത്ര ഗ്രാം, ഇപ്പം 35.5 ഗ്രാം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ 23 ഗ്രാം സോഡിയം ഉണ്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ആണ് മനസ്സിലാണ് പറയുന്നത്, പറയാൻ പറ്റും. പക്ഷെ എന്താണ് അതിൽ ക്ലോറൈഡ് അല്ല സോഡിയം ഏത് രൂപത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? സോഡിയം ക്ലോറൈഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോഡിയത്തിന് വേറെ സോൾട്ട് ഉണ്ടാവാൻ പാടില്ല, ക്ലോറൈഡിന്റെ വേറെ സോൾട്ട് പൊട്ടാസ്യം ഉണ്ടാവാൻ പാടില്ല. ആ കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇത് ശരിയാണ്. കാരണം മനസ്സിലാണെങ്കിൽ if the foodstuff contains sodium in the form of sodium chloride only, and if there is no other chloride present in the sample like potassium chloride or anything like that, then we can estimate the chloride and you can calculate the quantity of sodium exactly. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞുണ്ടെങ്കിൽ അതായത് സോഡിയം ക്ലോറൈഡ് അല്ലാണ്ട് സോഡിയത്തിന് മറ്റു സോൾട്ട്, ഫോർ എക്സാമ്പിൾ അജിനോമോട്ടോ, അത് സോഡിയം സോൾട്ടാണ്. അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആയിരിക്കും, ക്ലോറൈഡിന്റെ വേറൊരു സോൾട്ടാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ക്ലോറൈഡ് കണ്ടുപിടിച്ച് ഇത്ര ക്ലോറൈഡ് എത്ര സോഡിയം ഉണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് മോർ എക്സാക്ട്. പിന്നെന്താ മെത്തേഡ്? പിന്നെ ഫ്ലെയിം ഫോട്ടോമീറ്റർ ഒക്കെ ചെയ്യാനുള്ളത് കുറച്ചൊരു ടൈം കൺസ്യൂമിങ്ങും ചിലവേറിയ പരിപാടിയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ എസ്റ്റിമേറ്റ് ദിസ് ബൈ തെർമോമെട്രിക് മെത്തേഡ്. അതിനൊരു മെത്തേഡ് ഉണ്ട്, തെർമോമെട്രിക് മെത്തേഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫുഡ് മെറ്റീരിയൽ ഈസ് ഫസ്റ്റ് ഹോമോജിനൈസ്ഡ്. അതായത് സോളിഡ് ഒക്കെ ഉള്ളത് ചേർത്ത് ഹോമോജിനൈസ് ചെയ്ത് ഹോമോജിനസ് മിക്സ്ചറാക്കി മാറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടൈട്രേറ്റഡ് അഗൈൻസ്റ്റ് എ സ്റ്റാൻഡേർഡൈസ്ഡ് അലുമിനിയം 3 salt solution which is mixed with a stoichiometric excess of potassium ions. പൊട്ടാസ്യം അയോൺ സ്റ്റോയിച്ചോമെട്രിക് എക്സസ് ചേർത്ത സ്റ്റാൻഡർഡൈസ് ചെയ്ത അലുമിനിയം സോൾട്ടുമായിട്ട് ഇതിനെ റിയാക്ട് ചെയ്യുക. Of course, to this reaction mixture you have to add ammonium by NH4HF2, ammonium hydrogen difluoride, ammonium bifluoride എന്നൊക്കെ പറയും ഈ സാധനം. അപ്പോൾ ഫുഡ് സ്റ്റെപ്പിന് ആദ്യം ചെയ്യുന്നു, ആദ്യം ഹോമോജനൈസ് ചെയ്യുന്നു, അതിലേക്ക് ഈ സാധനം ചേർക്കുന്നു, അമോണിയം ഹൈഡ്രജൻ ഫ്ലോറൈഡ്. And that reaction is a mixture, is a titrated against a standardized solution of അതിനുള്ള നമുക്കറിയാം കൃത്യമായിട്ട് അലുമിനിയം സോൾട്ട് which is mixed with ആ സൊല്യൂഷനിൽ തന്നെ എന്താവും സ്റ്റോയിച്ചോമെട്രിക് എക്സസ് ഓഫ് പൊട്ടാസ്യം അയോൺസ്. അപ്പൊ ഇതെല്ലാം കൂടി സോഡിയം റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? see that Na plus plus Ka plus plus Al3 plus plus F minus ഇതൊക്കെ കൂടി റിയാക്ട് ചെയ്യും. 2Na plus plus K plus plus Al plus 6F minus will give in Na2K Al F6 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആയി മാറും. And this is an exothermic reaction between sodium ions, potassium ions, aluminum ions and fluoride ions forming this Na2K Al F6. ഒരു എക്സാമ്പിൾ പറഞ്ഞത് എതിർക്കുന്നത് വിചാരിക്കണ്ട, ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ എന്താണ് നമുക്ക് സോഡിയം എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട്. Because yes, by thermometric we can see that yes, you can get the end point like this. Exothermic ആണ് നമുക്ക് end point കിട്ടും കറക്റ്റ് ആയിട്ട് എത്ര എണ്ണം അലുമിനിയം ഉപയോഗിച്ചിട്ടുണ്ട്. if you അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് അലുമിനിയം ആണെങ്കിൽ അപ്പോൾ അതിൽ എത്ര പൊട്ടാസ്യം ഉണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പൊട്ടാസ്യം അല്ല സോഡിയം, പൊട്ടാസ്യം is in excess, sodium Na2KAlF stoichiometric excess of potassium is added, fluoride also is there in the reaction mixture. അപ്പോൾ താഴെയുള്ളത് നമ്മുടെ ഫുഡ് സ്റ്റഫ്, അതിൽ സോഡിയം ഉണ്ട്, അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ഇൻഡിക്കേറ്റർ ചേർക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ക്യാമറ ഹൈഡ്രേഷനിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്ന പോലെ നമ്മൾ അതിലേക്ക് എന്ത് ചേർത്തിട്ടുണ്ട്?
is ammonium fluoride associated, ammonium NH4 HF2. That is to provide fluoride ions. Okay. പിന്നെ നമ്മൾ ടൈട്രേഷനിൽ മേലെ നടക്കുന്ന ബ്യൂററ്റിലെ സ്റ്റാൻഡേർഡൈസ്ഡ് അലൂമിനിയം salt solution containing stoichiometric excess of potassium ions. അലൂമിനിയം പൊട്ടാസ്യം സോഡിയം ഫ്ലോറൈഡ് എല്ലാം കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതൊരു തെർമോമെട്രിക് കർവ് നമുക്ക് കിട്ടും. ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു ലൈന് കിട്ടും. അതിന് ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്ക് എന്തായിരിക്കും എൻബോയിലായിരിക്കും. വളരെ എളുപ്പത്തിൽ ടൈട്രേറ്റ് ചെയ്യും. അതുപോലെ സാധാരണ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചെയ്യാൻ പറ്റാത്ത ടൈട്രേഷൻസ് നമുക്ക് എളുപ്പത്തിൽ ടൈട്രേറ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും. ഈവൻ വാട്ടർ കണ്ടന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ക്യാൻ ബി ടൈട്രേറ്റഡ്. വാട്ടർ റിയേറ്റ് ചെയ്ത സാധനം വരെ നേടിയത് എക്സോതെർമിക് എൻഡോതെർമിക് റിയേഷൻ ആണെങ്കിൽ എല്ലാം വാട്ടർ കണ്ടന്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മതി. ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ അതർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ ദാറ്റ് സാമ്പിൾ വിച്ച് ഹാവ് എ റിയാക്ഷൻ വിത്ത് ദ ആഡഡ് റിയേജൻസ്. നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജൻറ്റുമായിട്ട് വേറെയുള്ള റിയാക്ഷൻ തരുന്ന വേറെയുള്ള കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റും. പറയുന്നത് ശരിയല്ലേ? നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? ടെമ്പറേച്ചർ ഐസോഫോൾ ഉണ്ടാകുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷനിലുള്ള ഏതോ ഒരു കമ്പോണന്റും മണിക്കൂർ ഫ്ലാസ്കിലെ സൊല്യൂഷനിലെ ഒരു കമ്പോണന്റും എല്ലാം മണിക്കൂർ ഫ്ലാസ്കിൽ ഇവിടെ നമ്മൾ ഡിവാർ ഫ്ലാസ്ക് അല്ലെ കമ്പോണന്റും കൂടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്, അല്ല ഹീറ്റ് എവല്യൂഷനോ ഹീറ്റ് അബ്സോർപ്ഷനോ ഉണ്ട് എന്നൊക്കെ പ്രതി അത് ഈ റിയാക്ഷൻ കൊണ്ട് മാത്രമാണെന്നുകൊണ്ടാണ് നമ്മൾ കണക്കൂട്ടാൻ പറ്റുന്നത്. ചിലപ്പോൾ അതിന് വേറൊരു കമ്പോണന്റ് ഉണ്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും? അതും റിയാക്ട് ചെയ്യും. അതിൽ എക്സോതെർമിക് എൻഡോതെർമിക് എന്തായാലും ദാറ്റ് വിൽ മേക്ക് ദി ഹോൾ പ്രോസസ് ഗോ റോങ്. സോ in the reaction mixture there should not be any substance which react with the titrant other than our analyte. നമ്മൾ അനലൈറ്റ് അല്ലാതെ വേറെ ആ റിയാക്ഷൻ മിക്സറിൽ നമ്മുടെ ടൈട്രന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സാധനവും ഉണ്ടാവാൻ പാടില്ല. ടൈട്രന്റിലുള്ള ഏതെങ്കിലും ഒരു കമ്പോണന്റ് നമ്മൾ മേലെ ആഡ് ചെയ്യുന്ന ഇവിടെ അലൂമിനിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ഈ അലൂമിനിയമായിട്ട് പൊട്ടാസ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സാധനം അടിയിലുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ല. റിയാക്ട് ചെയ്യണമെന്നുണ്ട്. റിയാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹീറ്റ് എവല്യൂഷനോ ഹീറ്റ് അബ്സോർപ്ഷനോ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ കണക്കൂട്ടിലൊക്കെ കംപ്ലീറ്റ് തെറ്റിപ്പോകും. അതുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു പെർഫോം. അല്ലേ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, ചെയ്യാൻ പ്രയാസമില്ല. ആൻഡ് ദ എക്സ്പീരിയൻസ് സെറ്റപ്പ് ഈസ് കമ്പാരിറ്റീവ്ലി ചീപ്പ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ഇവിടെ എന്താ പൊട്ടൻഷ്യോമീറ്റർ, കണ്ടക്ടോമീറ്റർ അല്ലെങ്കിൽ എന്താണ് ഫ്ലൈം പൊട്ടോമീറ്റർ ചെയ്യുന്ന പോലത്തെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. വളരെ വളരെ ചെലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ്. ഒരേ സംവിധാനം എല്ലാത്തിനും ഉപയോഗിക്കാം. ഒരേ ടെമ്പറേച്ചർ പ്രോബ് എല്ലാത്തിനും ഉപയോഗിക്കാം. റിഡോക്സ് ടൈട്രേഷൻ ആയാലും കോംപ്ലക്സേഷൻ ടൈട്രേഷൻ ആയാലും ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ ആയാലും ഇതുപോലത്തെ എന്ത് ടൈട്രേഷൻ ആയാലും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു തെർമൽ പ്രോബ് നമ്മൾ തെർമിസ്റ്റർ സർക്യൂട്ടിന്റെ പ്രോബ് പറഞ്ഞു. ഒരു ഇലക്ട്രോഡ് സാധനത്തിലേക്ക് മുക്കി വെച്ചാൽ മതി. അതാണ് ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ മാത്രമേ സെൻസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് വാല്യൂന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ നീഡ് ഓഫ് എനി സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി ടെമ്പറേച്ചർ പ്രോബ് ബിക്കോസ് യു ആർ ഓൺലി ലുക്കിംഗ് ഇൻ ടു എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കൂടി വന്ന് പെട്ടെന്ന് മാറുന്നു. മനസ്സിലായില്ലേ? ആദ്യത്തെ ടെമ്പറേച്ചർ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അവസാനത്തെ ടെമ്പറേച്ചർ നോക്കേണ്ട ആവശ്യമില്ല. ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന മാത്രമേ നോക്കേണ്ടൂ. അതുകൊണ്ട് തന്നെ അതിന് ടെമ്പറേച്ചർ പ്രോബ് അല്ലെങ്കിൽ ഇതിന് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ റഗ്ഗഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, വളരെ സെൻസിറ്റീവ് അല്ലെങ്കിൽ പ്രജയിലൊന്നുമില്ല. നമ്മുടെ പി എച്ച് മീറ്ററിൻ്റെയോ ഒക്കെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറം നോക്കുമ്പോഴേക്ക് അതിൻ്റെ വളരെ ഒരു എന്താണ് ഫിലമെന്റ് ഒരു വളരെ ഒരു തിന്നായിട്ടുള്ള ഗ്ലാസിന്റെ ഫിലമെന്റ് ആണുള്ളത്. തട്ടിയോ പൊട്ടിപ്പോകും. അങ്ങനത്തെ യാതൊരു വിഷയം വളരെ കെയർലെസ് ആയിട്ട് നമുക്ക്, കാരണം ഇതൊരു നല്ലൊരു കേസിന്റെ ഉള്ളിൽ ഉണ്ടാവാം. ഒന്നും പറ്റൂല, ഇത് അങ്ങോട്ടും ഇട്ടാലും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസിലി യൂസബിൾ ആണ്. ടെമ്പറേച്ചർ പ്രോബ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ടൈട്രേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആസ് ഫ്രജൈൽ ആസ് എ പി എച്ച് ഇൻഡിക്കേറ്റർ പോലെയോ അല്ല പി എച്ച് ഇലക്ട്രോഡ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടിവിറ്റി പൊട്ടൻഷ്യോമീറ്റർ ഇലക്ട്രോഡ് പോലെ ഒന്നും പൊട്ടിപ്പോകുന്ന സാധനം ഒന്നല്ല. ഗ്ലാസ് ഇലക്ട്രോഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ റഗ്ഗഡാണ്. ഹാർഷ് കണ്ടീഷനിൽ ഉപയോഗിക്കാം. ലേശം ടെമ്പറേച്ചർ കൂടിയോ കുറഞ്ഞോ ആസിഡോ ബേസോ എന്തിന് യാതൊരു പ്രശ്നമില്ല, എല്ലാത്തിനും ഉപയോഗിക്കാം. ഒരു ഗ്ലാസ് കേസിനുള്ളിലാണ് പലപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും തന്നെ ബാധിക്കില്ല. അങ്ങനെ ഒരുപാട് മെച്ചങ്ങളുണ്ട്. വളരെ സിമ്പിളാണ്. ടൈം കൺസംഷൻ വളരെ കുറവാണ്. വളരെ പെട്ടെന്ന് കഴിയും. വളരെ കുറച്ച് സമയമാണ് നമ്മൾ, കാരണം ഒരു സൊല്യൂഷനിലേക്ക് വേറെ സൊല്യൂഷൻ മോട്ടോർ ഉപയോഗിച്ച് കഴിഞ്ഞു. കാരണം അപ്പോഴേക്ക് ടെമ്പറേച്ചർ റീഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് കഴിയും. ഇപ്പോൾ ടൈം വളരെ കുറച്ച് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ചിലവ് കുറവാണ്. എല്ലാത്തിനും ഒരേ പ്രോബ് മതി. ഇങ്ങനെ പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന വളരെ കളേർഡ് സൊല്യൂഷൻസ്, ഇൻറ്റൻസ്ലി കളേർഡ് സൊല്യൂഷൻ ഒരിക്കലും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്ലറി പോലെയുള്ള സാധനങ്ങൾ, വളരെ സ്ലറി എന്നിങ്ങനെ കൊടുത്ത് അതിലൊക്കെ നമുക്ക് ഈ ടൈട്രേഷൻ ചെയ്യാൻ പറ്റും. മറ്റു പല മെത്തേഡ് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത കേസിലും ഈ പറഞ്ഞ
അതാണ് സാധാരണ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല ടൈട്രേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് തെർമോമെട്രിക് ടൈട്രേഷൻസ്. അല്ലാതെ ഇപ്പൊ എന്നെ വെച്ചും HCl ടൈട്രേഷൻ നമ്മൾ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് ഫിനോൾ സൾഫേറ്റ് നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വളരെ കോംപ്ലിക്കേഷൻ വരുമ്പോഴൊക്കെ നമുക്ക് അത് തെർമോമെട്രിയിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. Of course, conventional titrations are there, and which most of them are very easy to perform, just like an acid titration or ഒരു ക്യാമനോക്കോ ടൈട്രേഷൻ നമ്മൾ ഇത് തെർമോമെട്രിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ. കാരണം അതിനാകെ വേണ്ടത് ഓക്സാലിക് ആസിഡ് വിപ്പറ്റ് ചെയ്ത് അതിലേക്ക് ആസിഡ് ചേർത്ത് ചൂടാക്കി ടൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. തെർമോമെട്രി ചെയ്യാമെന്നല്ല, തെർമോമെട്രിക് ടൈട്രേഷൻ ചെയ്യാമെന്ന്, പക്ഷെങ്കിൽ ഇതിനേക്കാളും അത്ര എളുപ്പമില്ല. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നടക്കാത്ത പല ടൈട്രേഷനുണ്ട്, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ടൈട്രേഷൻ ഉണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് ടൈട്രേഷൻ. അതുപോലെ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തെർമോമെട്രിക് ടൈട്രേഷൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ 4 മെത്തേഡാണ് തെർമൽ മെത്തേഡ്സിലുള്ളത്. ഒന്ന് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്, മറ്റേത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്, മൂന്നാമത്തത് ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമി. ഇത് മൂന്നും റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കും. എല്ലാത്തിനും സാമ്പിൾ ഹീറ്റിംഗ് ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂളിംഗ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, മാസിൽ വരുന്ന വ്യത്യാസമാണ്. ഇവിടെ DSCയിലൊക്കെ ഹീറ്റിംഗ് കൂളിംഗ്, DSC എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമീറ്റർ വേണമെങ്കിൽ ഹീറ്റ് ചെയ്യാൻ കൂൾ ചെയ്യാം, രണ്ട് വിധത്തിനും ചെയ്യാൻ പറ്റും. ഹീറ്റ് ചെയ്ത് നിരപ്പ് കൊണ്ട് കൂടി വരുമ്പോൾ മാറ്റങ്ങൾ സ്റ്റഡി ചെയ്യാം. ഫേസ് ചേഞ്ച് ഒക്കെ അങ്ങോട്ടും കൊണ്ട് നടക്കും. ഡീകമ്പോഷൻ നടന്നിട്ട് തിരിച്ച് നടക്കുമല്ലോ നമുക്കറിയാം. ഒരു ഫേസ് ചേഞ്ച് മാത്രം നമ്മൾ നോക്കുന്നെങ്കിൽ ഇവിടെ അങ്ങോട്ട് 60 ഡിഗ്രിയിൽ ഫേസ് ചേഞ്ച് ആയി തിരിച്ച് 100 താഴോട്ട് വന്ന് 60 വീണ്ടും അതേ ഫേസ് ചേഞ്ച് ഉണ്ടാവും. മനസ്സിലായില്ലേ? എനിവേ ടെമ്പറേച്ചറിനനുസരിച്ച് അതിന്റെ മാസിൽ വരുന്ന വ്യത്യാസമോ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജിയിൽ വരുന്ന വ്യത്യാസമോ DSCയിലോ DTAയിലോ അതൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. തെർമോമെട്രിക് ടൈട്രേഷൻ എത്തുമ്പോൾ അത് തികച്ചും വ്യത്യസ്ത മെത്തേഡ് ഓഫ് ടൈട്രേഷൻ in which a temperature change or variation of the reaction mixture is noted. ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്, എന്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അഡ്വാൻറ്റേജസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് തിയറി, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, അങ്ങനെ പറയുന്നത് തിയറി, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ഓഫ് കോഴ്സ് അഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻ ആവാൻ അഡ്വാൻറ്റേജസ്, എന്തൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ TTA, DTA, DSC മൂന്നും കൂടി ഒരു ഭാഗം, തെർമോമെട്രിക് വേറെ ഭാഗം കൂടി, അങ്ങനെ നമ്മൾ സിലബസിൽ 4 കൂടി ഒന്നിച്ച് കൊടുത്തുകൊണ്ട് ഈ 4 മെത്തേഡ് തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. യൂണിറ്റിൻ്റെ പേര് തെർമൽ ആൻഡ് റേഡിയോ കെമിക്കൽ മെത്തേഡ്സ് എന്നാണ്. തെർമൽ ആൻഡ് റേഡിയോ കെമിക്കൽ മെത്തേഡ്സ്. റേഡിയോ കെമിക്കൽ മെത്തേഡ്സിൽ നമ്മുടെ സെമിനാറിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ടോപ്പിക്സ് 2-3 അതേ ഉള്ളൂ. ഐസോട്ടോപിക് ഡയലൂഷൻ അനാലിസിസ് ഒക്കെ പറഞ്ഞിട്ട് ആർക്കൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങളത് ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്തിട്ട് കൈമാറണം, പറ്റില്ലെങ്കിൽ എന്നോട് പറയണം. ഈ പേപ്പറിൽ ഈ ചാപ്റ്റർ മാത്രമേ എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ ഇലക്ടീവ് പേപ്പറിലുള്ള ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് അങ്ങനത്തെ പേപ്പറിൽ ഇലക്ടീവ്, അതാണ് നമുക്ക് ഇനി ആദ്യത്തെ പേപ്പറിൽ 1-2-3 ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ളത്. അവിടെ ഒരു കാര്യം, മിക്കവാറും നമ്മൾ കഴിഞ്ഞ 3rd സെം പഠിച്ച ഓർഗാനോ മെറ്റാലിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് വന്നിട്ടുണ്ട്, ബാക്കി ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിൽ തന്നെ വരുന്നതാണ്. എന്നാലും ചില കാര്യങ്ങൾ ഒന്നുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിലെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. അതിൽ സ്കിപ്പ് ചെയ്ത് പോകാനേ ഉള്ളൂ, ഇടക്കിടക്ക് ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതിലുള്ള 3 യൂണിറ്റ് ഉണ്ട്. പിന്നെ ഈ യൂണിറ്റുകൾക്ക് 4 യൂണിറ്റാണ് വരുന്നത്. അതിൽ 3-4 യൂണിറ്റ് എന്തായാലും ശരി. അതിലൊക്കെ മിക്കവാറും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട്, അതേപോലെ നോട്ട് ചെയ്ത് തരാത്ത ഭാഗങ്ങളുണ്ട്, ക്ലാസ് ഉണ്ട് എന്തായാലും. അതൊക്കെ ഒന്നുകൂടി കണ്ടാൽ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. പിന്നെ ഇതിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട്. ആ പേപ്പറിൽ വരാത്ത, അത് 3rd സെമ്മിൻ്റെ പേപ്പറിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ 4th സെമ്മിൻ്റെ പേപ്പറിൽ വരുന്നത്. അത് ഒന്നുകൂടിയല്ല, അത് പുതുതായിട്ട് എടുക്കണം. പിന്നെ പഴയ കാര്യങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യണം. അത്രയും കാര്യങ്ങളെ വേണം. സംവാട്ട് സിമ്പിൾ. ഓക്കെ, പിന്നത്തെ ഇത് മതി.